വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 ടോപ്പിക്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള ഞാനിപ്പോൾ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പ്, ഹെയർ ഡ്രൈ ആയി പോവുക, ഹെയറിൻ്റെ എൻഡിലേക്ക് ഡ്രൈ ആവുക, മുടി പൊട്ടി പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്നല്ല കുറച്ച് ഒരു പതിയെ നാച്ചുറലി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഹെയർ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ പകുതി ഹെയറിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഹെയർ ഫോളോ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഡ്രൈ ഹെയർ, നമ്മുടെ ഹെയർ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കും മെയിനായിട്ട് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടതാണ് ഹൈഡ്രേഷൻ. നമ്മുടെ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് കുറഞ്ഞൊരു 2 to 3 ലിറ്റർ വാട്ടറെങ്കിലും നമ്മൾ ഡെയിലി നമ്മൾ കുടിച്ചിട്ടുണ്ടാവണം. എങ്കിലും നമ്മുടെ ബോഡിക്കും ഹെയറിനും ഒക്കെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ഷവറിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് നമ്മുടെ ഹെയർ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷവർ ചെയ്യുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ എന്തായാലും നമ്മൾ ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെയർ കോമ്പിങ് ആണ്. നമ്മൾ ഹെയർ കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കൈ കൊണ്ട് ചെയ്ത് നമ്മുടെ ജടയൊക്കെ കളഞ്ഞ ശേഷം ഒരു വൈറ്റ് ടൂത്ത് കോമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വുഡൻ്റെ കോമ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതൊക്കെ വെച്ച് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് കോമ്പ് ചെയ്യുക. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്ഫുള്ളാണ്. അടുത്തത് നമ്മുടെ ഓയിൽ മസാജാണ്. ഇപ്പം എല്ലാ ഓയിലും എല്ലാ ഹെയറിനും പറ്റില്ല. അപ്പം നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഓയിൽ ഏതാണ് നമ്മൾ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഓയിലിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ചൊന്ന് ചൂടാക്കി, ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും അങ്ങനെ ഉപയോഗിക്കുക. മെയിനായിട്ടെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് നമ്മൾ പിടിപ്പിക്കുക. ഓയിൽ ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഹോട്ട് ഓയിലാണെങ്കിൽ നല്ലത്. അപ്പോൾ ഓയിൽ മസാജ് ചെയ്ത ശേഷം ഒരു 1 hour ലീവ് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത് ഹെയർ സ്റ്റീം ചെയ്യുന്നതുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മളൊരു ടവലാണേലൊക്കെ നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഹെയറിലൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾസൊക്കെ ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ഓയിലൊക്കെ ഇറങ്ങി നമുക്ക് ഒരു നല്ല റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യാനൊക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഓയിൽ ചെയ്ത് നമുക്ക് ഉപകാരപ്പെടും. അടുത്ത മസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ. നമ്മൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്താലും ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷണർ, ഈ 2 പോയിൻ്റ് നമ്മൾ കണ്ടീഷണർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് കണ്ടീഷണർ മസ്റ്റായിട്ട് നമ്മൾ കണ്ടീഷണർ സ്കാൽപ്പിൽ ഉപയോഗിക്കരുത്, താഴേക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ വൺസ് എ വീക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ഉപയോഗിക്കാൻ. അത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹെയർ മാസ്ക് നമുക്ക് മേടിക്കാൻ കിട്ടും, അങ്ങനത്തെ ആണെങ്കിലും ഉപയോഗിക്കാം. ഹെയർ മാസ്ക് നമുക്ക് നാച്ചുറലി ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ ഞാൻ പറയാം. ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു മന്തിൽ വൺസ് എങ്കിലും സ്പാ ചെയ്യുക. ഇപ്പോൾ സ്പാ ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പോൾ ബൊട്ടിക്കിൽ പോയി ചെയ്യുന്നത് എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് എല്ലാ മന്തും ഇപ്പം അത്ര രൂപ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പം നാച്ചുറലി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ടെക്നിക്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും സ്പാ ക്രീം. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് സ്പാ ചെയ്യുന്നത്. ഞാൻ സ്പാ ക്രീം മേടിച്ച് എല്ലാ മന്തും ഒരു പ്രാവശ്യം സ്പാ ചെയ്യാവും. അതാകുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കറിയുന്ന പോലെ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഇതെന്തൊക്കെ ചെയ്താലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഏൽക്കൂല. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഡയറ്റിൽ. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ സ്ട്രെസ് കുറയ്ക്കുന്നതാണ് എക്സസൈസ് എന്നൊക്കെ പറയുന്നത്. ഒരിടയ്ക്കൊക്കെ എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം നൈറ്റ് ഷിഫ്റ്റും എന്നും വർക്ക് ചെയ്യുന്നതിൻ്റെ സ്ട്രെസ്സും ഇതൊക്കെയായിരുന്നു.
അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ ഭയങ്കര ഒരു ഹെയർ ഫോളിൻ്റെ ഒരു റീസണാണ് അതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹീറ്റ് ഉപയോഗിക്കുന്നതും അനദർ ഫാക്ടറാണ്. കാര്യം നമ്മൾ ഹീറ്റ് എത്രത്തോളം ഉപയോഗിക്കുന്നു അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അധികം പേര് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് പ്രൊഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയായിരിക്കും, എന്നാൽ എന്നെപ്പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയത്തില്ലാതിരുന്ന ആൾക്കാരുണ്ടാവും. കാര്യം ഒരിടയ്ക്ക് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിക്കാതെ പോയി, എനിക്ക് ഹെയർ ഫോൾ കൂടി, ഹെയർ ഡാമേജ് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിങ്ങനെ തപ്പി ഒന്ന് പോയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഈ ക്ലാരിഫയിങ് ഷാംപൂസ് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അല്ല, വീക്കിലി ഒരു 2 to 3 ടൈംസ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതൊരു ജെൻറ്റിൽ ഷാമ്പു ഉപയോഗിക്കുക. ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്ത, അപ്പോൾ എൻ്റെ മുടിക്ക് എനിക്ക് അവിടുന്ന് സലൂണിൽ നിന്ന് തന്ന ഷാമ്പുവും കണ്ടീഷണറുമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് സൾഫേറ്റ് ഷാമ്പു ആയിരുന്നു. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹെയർ കൂടുതൽ ഡ്രൈ ആക്കും, നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ. അപ്പം എനിക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ അത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ വീക്കിലി ഷവർ ചെയ്യുന്ന സമയത്ത് ഒരു ജെൻറ്റിൽ ഷാമ്പൂ ആൻഡ് ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ ഉപയോഗിക്കുക. വീക്ക്ലി വൺസ് നമ്മളൊരു ഹെയർ മാസ്ക് ഉപയോഗിക്കുക. ഇത് നമ്മുടെ ഹെയറിന് കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മന്ത്ലി വൺസ് എങ്കിലും ഒരു ക്ലാരിഫയിങ് ഷാമ്പൂ ഉപയോഗിക്കുക. മന്ത്ലി വൺസ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഒരു സെറമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മന്ത്ലി വൺസ് എങ്കിലും ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ ഷാമ്പൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ താളി ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ നമുക്ക് ബിൽഡപ്പ് വരും, ഹെയറിൽ ബിൽഡപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മന്ത്ലി വൺസ് എങ്കിലും ഒരു 3 to 4 വീക്സിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു ക്ലാരിഫയിങ് ഷാമ്പൂ ഉപയോഗിക്കുക. അത് നമ്മളെ സ്കാൽപ്പ് ക്ലീൻ ആക്കാനും. ക്ലാരിഫയിങ് ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കൂടുതൽ ഡാമേജ് ആവും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഹെയർ ഫോൾസ്, ഹെയർ ഡ്രൈനെസ് ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ എന്നിട്ടും നമ്മുടെ ഹെയർ ഫോൾ കൂടുതലാണ്, ഒരു 50 സ്ട്രാൻഡ്സിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൈ അവേ സൊല്യൂഷൻസ് ആണ്. അതായത് നമ്മൾ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനായിട്ട് പറ്റിയ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനായിട്ട് പറ്റിയ മസ്കാര, ബ്രഷ്, അതുപോലെ ഹെയർ സ്പ്രേ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പിക്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കാം. ഹെയർ വാക്സ് ഉണ്ട്. നമുക്കിങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഹെയറിൽ ബിൽഡപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണ് നമുക്ക് ഇതിനുപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം എന്തൊക്കെയാണ് ബെറ്റർ ഓപ്ഷൻസ് ആയിട്ടുള്ളതെന്ന്. ഒന്നാമത്തേന്ന് പറയുന്നത് ലിവ് ഇൻ കണ്ടീഷണർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആൻറ്റി ഫ്രിസ് സ്പ്രേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷനാണ് ഹെയർ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാറ്റിൻ പില്ലോ കേസ് ഉപയോഗിക്കുക. പിന്നെ ഹീറ്റ് കുറവ് ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക ഹെയർ ബിൽഡപ്പ് കുറയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഞാനൊരു പോയിൻ്റ് വിട്ടു. അതായത് നമ്മുടെ ഹെയർ ബിൽഡപ്പ് വരുന്നത് കൂടുതൽ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബിൽഡപ്പ്. പിന്നെ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ക്ലാരിഫയിങ് ഷാമ്പു ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഹെയർ മാസ്ക് യൂസ് ചെയ്യുക, നമ്മുടെ മോയ്സ്ചറൈസിങ്, റിപ്പയറിങ്, ഹൈഡ്രേറ്റിംഗ്, ഇങ്ങനത്തെ പോയിൻറ്റ്സ് ഉള്ള ഹെയർ മാസ്ക് നോക്കി മേടിച്ച് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നാച്ചുറലായിട്ട് ആർഗൻ ഓയിൽ, അലോവേര, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പോർഷൻ, ഒരു സ്പൂണൊന്നും വേണം, നമ്മുടെ കയ്യിലൊന്ന് തുള്ളിയെടുത്ത് നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ മസ്കാര ബ്രഷും കൊണ്ട് ആക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അത് ഇരിക്കും. എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പിടുത്തം ഇല്ല. നമ്മൾ ഉപയോഗിച്ച് ഓരോരുത്തരുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് നമ്മൾ നോക്കേണ്ടി വരും.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നാച്ചുറൽ റെമഡീസ് ആയിട്ട് അലോവേര ജെല്ല്, കോക്കനട്ട് ഓയിൽ, ആർഗൻ ഓയിലൊക്കെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലാത്തതാണ്. പിന്നെ നമ്മുടെ ഹെയറിൽ ബിൽഡപ്പ് വരും തോന്നുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി വൺസൊക്കെ നമ്മൾ ഹെയർ നോക്കുക, എന്താ പറയുക, ഒട്ടുന്ന പോലെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഹെയർ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാരിഫയിങ് ഷാമ്പു ഉപയോഗിക്കുക. വീക്കിലി 2 to 3 ടൈംസ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പം വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഓയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ഹെയർ കൂടുതൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഹെയറിൻ്റെ ഡാമേജും കാര്യങ്ങളും ഹെയർ ഫോളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.